നാരായണ നാരായണ. ഇപ്പം നമ്മൾ പഞ്ചമസ്കന്ധം ആദ്യത്തെ അധ്യായമാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിൽ ബ്രഹ്മാവ് വന്നിട്ട് ഈ പ്രിയവ്രതനെ ഉപദേശിച്ചു. നമുക്ക് കർമ്മം ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ പ്രാരബ്ധം തീരില്ല. ഭഗവാനാൽ നിയന്ത്രിതം, നമുക്ക് സ്വയമേവ നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. അപ്പം അതുകൊണ്ട് അതിനെ അനുസരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ പരിവ്രാജക ഭാവത്തിൽ ഇവിടെ ഇരിക്കാനുള്ള കാരണം ഈ ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്ന് വിചാരിച്ചിട്ടല്ലേ, മുക്തി നഷ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടല്ലേ. ഗൃഹസ്ഥധർമ്മവും മുക്തിക്ക് അർഹതയുണ്ട് എന്ന് ഭഗവാനാൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശമതമം നേടിയാൽ മതി, നിനക്കതിനുള്ള കഴിവുണ്ട്, ഇപ്പോഴേ നീ ജ്ഞാനിയാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ശത്രുക്കളോട് എതിർക്കാൻ ഏറ്റവും നല്ലത് ഒരു കോട്ട കെട്ടുക. ആ കോട്ടയ്ക്കുള്ളിലായാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരില്ല. കോട്ട ഭദ്രമായാൽ മതി. ആ കോട്ടയാണ് ഈ ഉപാസന. ഉപാസനയാകുന്ന കോട്ട അത് കർമ്മയോഗമാണ്. ഉപാസന എന്നുള്ള കോട്ട കർമ്മയോഗമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പടിപടിയായിട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കും. ഒരു പ്രയാസമില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. ഗൃഹസ്ഥധർമ്മത്തിൽ ബ്രഹ്മചര്യം ഉണ്ട്. സന്താനത്തിന് വേണ്ടിയിട്ട് പ്രാപിക്കുന്നത് അത് ഞാൻ തന്നെയാണ് എന്ന് കൃഷ്ണൻ്റെ വാക്ക്. അപ്പോൾ അത് ബ്രഹ്മചര്യത്തിലാണ് പെടുക. അത് വികാരത്തിൻ്റേതല്ല, നിലനിൽപ്പിൻ്റേതാണ്, ഭഗവാനാൽ ചെയ്യിക്കുന്നതാണ്. അങ്ങനെ അതിനെ കാണാവൂ. അത് അത്രയും ഈശ്വരഭാവത്തിൽ എത്തിയാൽ മാത്രമേ നമുക്കത് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമ്മളെ കീഴടക്കുന്നത് ഈ ലോഭ ആസക്തി എന്ന രണ്ട് കാര്യമാണ്. ഈ രണ്ട് കാര്യം സുഖത്തിലേക്ക് അന്വയിക്കുമ്പോൾ ഇന്ദ്രിയ സുഖമായിട്ട് മാറും. അത് നമ്മെ പാപിയായിട്ട് മാറ്റും. അതല്ലാതെ കണ്ടാണെങ്കിൽ അത് തന്നെ ഈശ്വര സേവയാണ്. അത് നിനക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ബ്രഹ്മചര്യം ഇപ്പം നീ നല്ലോണം ചെയ്തു വരികയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഗാർഹസ്ഥ്യവും നിനക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വേളി കഴിക്കണം. പിന്നെ രാജധർമ്മത്തെ പരിപാലിക്കണം. അതിനുശേഷം വാനപ്രസ്ഥം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച് മുക്തിപദത്തിലേക്ക് എത്താൻ വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും എന്ന് ഇത് ഭഗവാന്റെ ആജ്ഞയാണ്. അപ്പോൾ ആ കോട്ട നിന്നെ സംരക്ഷിച്ചോളും. അതിന് ഭഗവാനിൽ വിശ്വസിക്കുക മാത്രമേ വേണ്ടൂ. ഇത് നിറവേറ്റപ്പെടേണ്ടത് നിന്നിലൂടെയാണ്. നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. പ്രവൃത്തി മാർഗത്തെ നിവൃത്തി മാർഗമാക്കിയിട്ട് ചെയ്യാൻ ജ്ഞാനികൾക്ക് സാധിക്കും. അതുകൊണ്ട് നീ ജ്ഞാനിയായതുകൊണ്ട് നിനക്കത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയവ്രതനെ ഭൂമിയുടെ ചക്രവർത്തിയായിട്ട് നാരദൻ തന്നെ മനുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അധ്യക്ഷതയിൽ വാഴിച്ചു എന്ന് സാരം. ഭൂമിയുടെ ചക്രവർത്തിയായിട്ട് വാഴിച്ചു. മനു തപസ്സിന് വേണ്ടിയിട്ട് പോയി. വിശ്വകർമ്മപുത്രിയായിട്ടുള്ള ബർഹിഷ്മതിയെ ഈ പ്രിയവ്രതൻ വേളിവെച്ചു. അതിൽ ആഗ്നേധ്രൻ, യുദ്ധമജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, കൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി, ഇങ്ങനെ 10 കുട്ടികളും ഊർജസ്വതി എന്നൊരു പെൺകുട്ടിയുണ്ടായി. പിന്നെ മാലിനി എന്ന പേരായിട്ട് രണ്ടാമതൊരു പത്നിയെ വിവാഹം കഴിച്ചു. അതിൽ ഉത്തമൻ, താമസൻ, രൈവതൻ എന്ന് 3 പുത്രന്മാരുണ്ടായി. ഇതിൽ മഹാവീരൻ, സവനൻ, കവി ആദ്യമേ തന്നെ പരിവ്രാജക വേഷത്തിൽ പോയി. കാരണം അവർ അഗ്നിയുടെ അവതാരമായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 7 പേര് 7 വൻകരകളെ ഭരിച്ചു. അതേപോലെ രണ്ടാമത്തെ മാലിനിയിലുള്ള കുട്ടികൾ മന്വന്തരത്തിൽ മനുക്കളായിട്ട് മാറുകയും ചെയ്തു. ഉത്തമൻ, താമസൻ, രൈവതൻ. 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും മനുക്കളായി. അതേപോലെ പ്രിയവ്രതൻ്റെ ആദ്യത്തെ പുത്രൻ, അത് ഇവിടെ കഥ പറഞ്ഞിട്ടില്ല, സ്വാരോജിഷൻ എന്ന ഉണ്ണി, അത് ചാപിള്ളയായിട്ട് പിറന്നുവെന്നും ഷഷ്ഠിദേവിയെ ഉപാസിച്ചു എന്നും പ്രിയവ്രതന് ആ ഷഷ്ഠിദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ ഉണ്ണി ജീവിച്ചു എന്നും
സ്വാരോചഷൻ എന്ന രണ്ടാമത്തെ മനുവായിട്ട്, സ്വയംഭവ മനുവിൻ്റെ ശേഷം മനുവായിട്ട് മാറി എന്നെല്ലാം ദേവി ഭാഗവത പ്രകാരം പറയണം. അപ്പോൾ ആദ്യം ചെയ്തത് രാജ്യഭാരം ഏറ്റതിൻ്റെ ശേഷം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയാണ്. തപസ്, ദയ, സത്യം, അതേപോലെ ശുദ്ധിയും 4 സ്ഥാപിച്ചു. പിന്നെ അധർമ്മികളെയൊക്കെ ശിക്ഷിച്ച് എന്നാൽ അവരെ വധിക്കാതെ കണ്ട് അവരെ സന്മാർഗത്തിലേക്ക് എത്തിച്ചു. പിന്നെ ഭാര്യാപുത്ര, രാജ്യ, സൈന്യ, അതേപോലെ എന്തൊക്കെയാണ് വേണ്ടത് അത് മുഴുവൻ ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് രാജ്യത്തെ ഭരിച്ചു. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് പ്രജകൾ അവർക്ക് അവരുടെ കടമകളുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമയത്തെ മുഴുവൻ വിനിയോഗിക്കുന്നില്ല എന്ന് കണ്ടു. രാത്രി കിടന്നുറങ്ങുക, പ്രിയവർദ്ധന ഉറക്കമൊന്നുമില്ല, പ്രിയവർദ്ധൻ യോഗിയാണ്, അതുപോലെ എല്ലാവർക്കും പറ്റുമോ? അപ്പോൾ പ്രകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ പണിയെടുക്കാത്തത് എന്ന് ധരിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്കൊരു വിമാനം വേണം എന്ന് പറഞ്ഞു. എന്തിനാണെന്നോ ഒന്ന് വിശദീകരിച്ച് ചോദിക്കുന്നുണ്ടായില്ല. വാങ്ങി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ ഈ രഥം കിഴക്ക് അങ്ങോട്ട് ഉദിക്കണ പോലെ തോന്നി. സൂര്യൻ്റെ പ്രകാശം നേരിട്ട് പ്രിയവ്രതം സ്വീകരിച്ചു, ഭൂമിയിലേക്ക് പതിപ്പിച്ചു. അപ്പോൾ സൂര്യൻ സഞ്ചാരം പൂർത്തിയാക്കി കിഴക്ക് ഉദിക്കുന്ന ആ സമയത്ത് ഇവിടെ പ്രിയവ്രതൻ അസ്തമിക്കും, പടിഞ്ഞാറ് ഭാഗത്ത്. അങ്ങനെ 7 ദിവസം സഞ്ചരിച്ചു. 7 ദിവസം സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയിൽ 7 വട്ടം ഓരോ തവണ സഞ്ചരിക്കുമ്പോഴും ഒന്നിങ്ങനെ ഭൂമിയിലൊന്ന് സ്പർശിച്ചു രഥത്തിൻ്റെ ചക്രം. അപ്പോൾ ആ മണ്ണ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി. ഉയർന്ന സ്ഥലം ഭൂമിയായിട്ടും ഈ കൊണ്ട് കുഴിഞ്ഞതായിട്ടുള്ള സ്ഥലം വെള്ളം നിറഞ്ഞ് സമുദ്രമായിട്ടും മാറി. 7 തവണ കൊണ്ടതുകൊണ്ട് 7 കടലും 7 കരയുമായിട്ട് മാറി. ഇനി ഭാഗവതം വായിക്കണ നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ ഹംബക് ആണ്. ആയിക്കോട്ടെ, കേട്ടാൽ മതി, വിശദീകരിക്കണ്ട, വിശകലനം ചെയ്യണ്ട. ഇതിങ്ങനെയാണ്. പക്ഷികൾക്ക് പറക്കാൻ പറ്റും, അതങ്ങനെയാണ്. കപ്പൽ വെള്ളത്തിൽ പൊന്തി നിൽക്കും, അതങ്ങനെയാണ്. ആ രീതിയിൽ വെള്ളം കുടിച്ചാൽ ദാഹം തീരും, ആഹാരം കഴിച്ചാൽ വിശപ്പ് മാറും. അതതിൻ്റെ സ്വഭാവമാണ്, ഗുണമാണ് എന്ന കൂട്ടത്തിൽ ഇതിനെ കാണുക. വിശ്വാസത്തോടു കൂടിയിട്ട് വേണം ഭാഗവതത്തെ കേൾക്കാനായിട്ട്, അല്ലാണ്ട് അതിനെ വിമർശിക്കണ്ട. ഇതിങ്ങനെയാണ്, ആയിക്കോട്ടെ, അതങ്ങനെ, അതിനപ്പുറം ചിന്തിക്കണ്ട. ചിന്തിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അത് ചിന്തിക്കാമല്ലോ. നമുക്ക് കുറച്ച് കഴിവുണ്ടാവുകൊണ്ടാണ് ചിന്തിക്കണത്. അത് അല്പജ്ഞാനാവും, ചിലപ്പോൾ പാഖണ്ഡമായിട്ട് മാറും. അപ്പോൾ അത് വേണ്ട. ഇവിടെ 7 പുത്രന്മാരുണ്ടായ ഈ 7 പുത്രന്മാർക്ക് വേണ്ടിയിട്ട് ഈ 7 വൻകരയെ കൊടുത്തു എന്നാണ്. അത് ജംബൂദ്വീപം, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം, ഇങ്ങനെ 7 കരകൾ ആഗ്നേത്രൻ, യുദ്ധമജിഹ്വൻ, യജ്ഞബാഹു, രുക്മരേതസ്, കൃതപൃഷ്ടൻ, മേധാതിഥി, വീതിഹോത്രൻ, ഇങ്ങനെ 7 പേർക്കായിട്ട് കൊടുത്തു. ഈ 7 ദിക്കിലുള്ള ഓരോ വിഭാഗം ജനങ്ങൾക്കും 4 വർണ്ണം, അവിടെ 7 പർവ്വതം, 7 നദി, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വരുണൻ, വായു, ബ്രഹ്മാവ്, ഇങ്ങനെ 7 സ്ഥലത്തിലും, പിന്നെ ജംബൂദ്വീപിലെ വിഷ്ണു ആയിട്ട് 7 ഭാവത്തിൽ ഭഗവതംശം അവിടെ ഭരിക്കണു. അംശാവതാരമായിട്ടെന്നോ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം അങ്ങനെ കാണാം. ഇങ്ങനെ പ്രിയവ്രതൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളെ ശരിക്കും വിശദീകരിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ എത്ര പറ്റില്ല. അങ്ങനെ 110 കോടി വർഷം ഭരിച്ചു. നാരദ ശിഷ്യനായിട്ട് അദ്ദേഹം കുടുംബാരാമനായിക്കൊണ്ട് ജീവിച്ചു എന്ന് ബാക്കിയുള്ളവരെ തോന്നിച്ചു. ഗൃഹസ്ഥധർമ്മം മതിയാക്കാറായപ്പോൾ ആഗ്നേയധ്രനെ രാജാവാക്കി 7 പേർക്കും വൻകരകളെ കൊടുത്തിട്ട് വീണ്ടും നാരദൻ്റെ ശിഷ്യനായിട്ട് മുക്തി നേടുകയും ചെയ്തു. എന്താ കാരണം? വിഷയഭോഗം കൂടുതലായിട്ട് അനുഭവിച്ചു, അത് ജീവിതം നഷ്ടമാക്കി എന്ന് തോന്നി. ബ്രഹ്മാവും മനും അപ്പോൾ പറഞ്ഞതൊക്കെ കേൾക്കാഞ്ഞിട്ടോ അത് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ
തൻ്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റ് കുറ്റം എന്നുള്ളത് സ്വയം തോന്നിയിട്ടോ അല്ല. അവിടെ വൈരാഗ്യം വന്നു, മുക്തി നേടാറായി, ആ കാലം വന്നു എന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ ഈ പ്രിയവ്രതം ചെയ്തതായിട്ടുള്ള അത് പാട്ടുകളായിട്ടും പല നിയമങ്ങളായിട്ടും ഒക്കെ പിന്നീട് വന്നു എന്നെല്ലാം ആ അധ്യായത്തിൽ അവസാനം ഗായത്രിയൊക്കെ ആയിട്ട് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു. പിന്നെ മൂത്ത മകനായിട്ടുള്ള ആഗ്നേയത്രൻ ജംബു ദ്വീപാണ് ഭരിച്ചത്. അതിനെ ഏഷ്യ എന്ന് പറയും. അപ്പോൾ ആ ഏഷ്യയിൽ ഈ ജംബു ദ്വീപത്തിൽ മന്ദര പർവ്വതത്തിൽ ചെന്നിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു ആഗ്നേയത്രൻ. കാരണം രാജ്യാവകാശം, അതേപോലെ പത്നി വേണം, കുട്ടികൾ വേണം. അപ്പോൾ അതിനൊക്കെ ഈശ്വര അനുഗ്രഹം വേണം. അതിന് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് എന്നാൽ ബ്രഹ്മലോകത്തിലേക്ക് എത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഏതായാലും ബ്രഹ്മാവ് അപ്പോൾ തപസ് ചെയ്തണ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ സദസ്സിലെ അപ്സരസ്സുകളുണ്ടായിൽ പൂർവ്വജിത്തി എന്ന വിഷ്ണുവംശം ആയിട്ടുള്ളൊരു അപ്സരസിനെ വിട്ടു. ഇവിടെ വന്നിട്ട് ഈ അഗ്നിധരനെ കണ്ടു, നല്ല സൗന്ദര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം വന്നു. പുരുഷനായിട്ട് കണ്ടുകൊണ്ട് നീ ആരാണ്, എന്തിനാ വന്നത്, നമ്മുടെ കൂടെ ഒരുമിച്ച് കളിച്ചുകൂടെ, നമുക്ക് തപസ് ഒരുമിച്ച് ചെയ്തുകൂടെ എന്നെല്ലാം ചോദിച്ചു. അങ്ങനെ ഒരുമിച്ച് കളിക്കാമെന്ന് ബ്രഹ്മാവിൻ്റെ ആജ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വജിതി സമ്മതിച്ചു, ഒരുമിച്ച് വിവാഹം കഴിച്ചു, രാജ്യം ഭരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് 9 കുട്ടികളുണ്ടായി. നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശൻ, കേതുമാലൻ എന്ന് ഈ ഇളാവൃത അധിപതിക്ക് അല്ലെങ്കിൽ ജംബൂദ്വീപ അധിപതിക്ക് ഈ 9 ഉണ്ണികളുണ്ടായി. ആ 9 ഉണ്ണികളെ മേരുവിൻ്റെ പുത്രിമാരായിട്ട് മേരു, പ്രതിരൂപ, ഉഗ്രദംഷി, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി ഇങ്ങനെ 9 കന്യകമാരുണ്ട്. അവരെ 9 പേരെ ഈ 9 പേർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ പൂർവ്വജിത്തി തൻ്റെ ദൗത്യം കഴിഞ്ഞ നിലയ്ക്ക് സത്യലോകത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ അഗ്നിധരന് വിഷമായി. പിന്നെ കുറേ യാഗമൊക്കെ ചെയ്ത് വീണ്ടും സത്യലോകത്തിലേക്ക് തന്നെ എത്തി. അവരവിടെ ചെന്നിട്ട് വീണ്ടും ഒന്നിച്ചു എന്നാണ്. അതിനുശേഷം മൂത്തപുത്രൻ മേരു എന്നുള്ള പത്നിയാണ് നാഭി മഹാരാജാവ്. നാഭി മഹാരാജാവിനെ നോക്കുമ്പോൾ സന്താനങ്ങളില്ല. അപ്പോൾ കുറച്ചൊരു മടുപ്പ് വന്നു. മേരുദേവി തൻ്റെ ഭർത്താവിനെ വളരെ ഈശ്വരൻ എന്ന നിലയ്ക്ക് തന്നെയാണ് കണക്കാക്കണതൊക്കെ. പക്ഷേ എങ്കിലും സന്താനത്തെ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ കടം ബാക്കി വന്നു. അത് രാജാവിനും കുറച്ചൊരു പ്രയാസമായി. ഇപ്പോൾ രാജാവ് കാട്ടിലെത്തി എന്നാണ്. കാട്ടിലെത്തിയപ്പോൾ മഹർഷികളൊക്കെ കൂടിയിട്ട് രാജാവിനെ കണ്ടപ്പോൾ എന്തിനാ അങ്ങനെ ദുഃഖിക്കണത് എന്നായി. അല്ല, സന്താനമൊന്നുമില്ല ആ നിലയ്ക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല കേട്ടോ. പക്ഷേ ഈ രാജാവ് ഇങ്ങനെ പരമ്പര നിലനിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഋഷിമാരൊക്കെ കൂടി നിശ്ചയിച്ചു, നമുക്ക് രാജാവിന് സന്താനം ഉണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി ചെയ്യാം. അവരെല്ലാവരും കൂടി അത് ചെയ്തു. ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ പ്രത്യക്ഷമായി. എന്താ വേണ്ടത് ചോദിച്ചു. അങ്ങേപോലെ ഒരു ഉണ്ണി ഈ നാഭിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. അങ്ങനെ നാഭി മഹാരാജാവിന് മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ തന്നെ അവതാരം ചെയ്തു. ഋഷഭൻ്റെ അവതാരവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വളരെ ഗംഭീരമാണ്. അപ്പം അതിനുശേഷം ഭഗവാൻ ഈശ്വരനാണ് എന്ന് ജന്മനാ തന്നെ കാണിക്കാൻ തുടങ്ങി. അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കൽ മാത്രമല്ല, പ്രജകളെ സന്തോഷിപ്പിക്കൽ മാത്രമല്ല, പ്രകൃതിയിലൊക്കെ ഭഗവാന്റെ ഈ ഭഗവത്വത്തെ നല്ലോണം കാണിച്ചു. അപ്പോൾ ഇന്ദ്രന് കുറച്ചൊരു പേടി. അപ്പോൾ ഇന്ദ്രൻ മഴ പെയ്ക്കാതെ, അപ്പോൾ ഇന്ദ്രനെ ആശ്രയിച്ചില്ല. ഭഗവാന്റെ യോഗശക്തി കൊണ്ട് ഭഗവാൻ മഴയൊക്കെ പെയ്ച്ചു. അപ്പോൾ ഇന്ദ്രൻ അതിലേറെ പേടി. അപ്പോൾ സ്വകാര്യമായിട്ട് ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് മകളെ ജയന്തിയെ കൊടുത്തു. ഇത് അങ്ങക്ക് വേല വയ്ക്കാനുള്ള കുട്ടിയാണ്, എന്നെ ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ഇല്ല, പൊയ്ക്കോളൂ, ഞാനിത് സ്വീകരിച്ചിറക്കണു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തെ സമയത്ത് 2 വയസ്സ് 3 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അതിനുശേഷം ക്രമേണയായിട്ട് വളർന്നു. ഉപനയനാധികാരികൾ, വിദ്യാഭ്യാസാധികാരികൾ, അങ്ങനെ 16 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഇവിടെ ജനങ്ങൾക്കൊക്കെ ഈ ഉണ്ണി രാജാവായിട്ട് തീരണം എന്ന് തോന്നാൻ തുടങ്ങി, പ്രഭാവം കൊണ്ട്. അച്ഛനും അതെ, നാഭിരാജാവിന് തൻ്റെ ഈ മകൻ ഈശ്വരനാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനല്ല ഭരിക്കേണ്ടത്, മകനാണ് ഭരിക്കേണ്ടത്, ഈശ്വരനാണ് ഭരിക്കേണ്ടത്, അല്ലാണ്ട് ഞാനല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഭഗവാൻ മനസ്സിലാക്കിയോ നിശ്ചയില്ല. ഏതായാലും ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ
രാജകുമാരനായിട്ട് വാഴിച്ചു, രാജാവായിട്ട് വാഴിച്ചു. നാഭി ഭഗവാനോട് ഈ കർദമ മഹർഷി എങ്ങനെയാണോ ഭഗവാനോട് പറഞ്ഞ ആ രീതിയിലൊക്കെ തന്നെ ഉപദേശമൊക്കെ വാങ്ങിയിട്ട് ദശമം വായിച്ച് മുക്തി നേടുകയും ചെയ്തു. ഋഷഭൻ തൻ്റെ ഭരണം തുടങ്ങി, വിവാഹമൊക്കെ കഴിച്ചു. ഈ ജയന്തി ആദ്യമേ തന്നെ വധുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രൻ്റെ മകളാണ്, വിവാഹം കഴിച്ചു. അതിൽ 300 പുത്രന്മാരുണ്ടായി. ഭരതൻ, പിന്നെ ഒരു 9 പുത്രന്മാർ താഴെ, കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃക്ക്, വിദർഭൻ, കീകട. അവരൊക്കെ ഭരതനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് ക്ഷാത്രവീര്യത്തെ കാണിച്ചു. പിന്നത്തെ 9 പേര് കവിർഹരിർ, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായന, ആവിർഹോത്രോ, ദ്രുമിള, ചമസ, കരഭാജന, ഇങ്ങനെ നവയോഗികളായിട്ട് ജന്മനാ തന്നെ പരിവ്രാജകരായിട്ട്, സനകാദികളെ പോലെ ഭാഗവതോത്തമന്മാരായിട്ട്. അവരുടെ കഥ ഇനി പിന്നീട് പറയാം എന്ന് പറയാണ്, ഏകാദശ സ്കന്ധത്തിൽ പറയും. പിന്നെ 81 പേര് അവർ ബ്രാഹ്മണരായിട്ട് ജീവിച്ചു എന്നാണ്. അതിനുശേഷം ഭഗവാൻ ഋഷഭൻ മറ്റേ മഹാജ്ഞാനിയാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപനായതുകൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പോൾ ആത്മാരാമനായ കൊണ്ടാണ് ജീവിക്കണത്. അനവധി യാഗങ്ങൾ ചെയ്യിച്ചു. അപ്പോൾ ആ യാഗങ്ങളിൽ ഈ ലൗകിക ധർമ്മത്തെ, സനാതനധർമ്മത്തെ, രാജധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമധർമ്മം, സനാതനധർമ്മങ്ങളെയൊക്കെ വിശദീകരിക്കും. അങ്ങനെ ഭഗവാൻ നന്നായിട്ട് ഉപദേശങ്ങളെയൊക്കെ ചെയ്തു എന്നാണ്. ഈ 100 പുത്രന്മാരെ മുമ്പിലിരുത്തി ബ്രാഹ്മണർക്ക് വേണ്ട രീതിയിലൊക്കെ ഉപദേശം കൊടുക്കുക, ബ്രാഹ്മണരെ ഗുരുക്കന്മാരായിട്ട് കണ്ട് അവരെ സേവിക്കണമെന്ന് പറയുക. ഇങ്ങനെയുള്ള സാമദാന ഭേദ ദണ്ഡാദികളെ, ക്ഷത്രിയ നിയമങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് ഭഗവാൻ 100 യാഗങ്ങളൊക്കെ ചെയ്തു എന്നാണ്. 100 അല്ലാട്ടോ, എത്ര യാഗം ചെയ്തു നിശ്ചയില്ല ഏതായാലും. അപ്പോൾ രാജാവിൽ നിന്ന് ധാരാളമായിട്ട് എല്ലാ വിഭവങ്ങളെയും വേണ്ട വിധത്തിൽ പ്രകൃതിയിലേക്ക് ഭഗവാൻ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഒരു തവണ ഉപദേശം ചെയ്തത് ഇങ്ങനെയാണ് എന്ന് ഋഷഭോപദേശമായിട്ട് 5-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയണം. മക്കളെ എന്ന് വിളിച്ചും കൊണ്ടാണ് എല്ലാവരെയും, മുമ്പിൽ 100 മക്കളുണ്ട്, അതല്ല, പ്രജകളൊക്കെ മക്കളാണ്, എല്ലാവരും അതെ. മനുഷ്യ ശരീരം ശ്രേഷ്ഠമാണ്. ഇതിനെ മൃഗങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആഹാര, നീഹാര, വിഹാര, നിദ്ര, മൈഥുനാദികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കരുത്. വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തികളൊക്കെ തപസ് പോലെ ചെയ്ത് ഭഗവാന്റെ പ്രീതിയെ സമ്പാദിക്കുകയാണ് വേണ്ടത്. മഹാത്മാക്കളെ സേവിച്ച് ജ്ഞാനം നേടിയിട്ട് സത്സംഗം, ഗുരുസേവ, ഇങ്ങനെ മുക്തരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ജിഹ്വോപസ്ഥ ജയം നേടണം. ഊണ് കഴിക്കേണ്ട അധികം. അതേപോലെ സ്ത്രീസംഘവും അധികം വേണ്ട. അതേപോലെ സദാചാരന്മാരായിക്കൊണ്ട് ശാന്തരായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് സമചിത്തതയോട് കൂടിയിട്ട് സമഭാവനയോട് കൂടിയിട്ട് ഈ ചീത്തകളൊന്നും ബാധിക്കാതെ, 71 തരത്തിലുള്ള 72 തരത്തിലുള്ള ചീത്തകളുണ്ട്, അതൊന്നും ബാധിക്കാതെ കണ്ട് എപ്പോഴും അന്യനെ സേവ ചെയ്യുക, പ്രത്യുപകാരം ചെയ്യുക. അതുപോലെ ഏഷണാത്രയങ്ങൾ വിടുക. പുത്രവിത്ത ലോകേഷണ എന്ന 3 ഏഷണയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് പാപികളുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് വെച്ചാൽ ദുസ്സംഗം വേണ്ട, സത്സംഗം ആവുകയും ചെയ്യാം. ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ശരീരാഭിമാനത്തെ വിട്ടുകൊണ്ട് ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കർമ്മവാസനയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സ് ഭഗവത്പരമാക്കി കഴിഞ്ഞാൽ കാമങ്ങളില്ലാണ്ടാവും. അപ്പോൾ കർമ്മങ്ങൾ നമ്മെ വിട്ടുപോകും. മനസ്സ് ഭഗവാങ്കൽ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് കർമ്മങ്ങളെ വേണ്ട എന്ന് തോന്നുക. കാരണം കർമ്മഫലത്തിൽ താല്പര്യമില്ല, അപ്പോൾ കർമ്മം വേണ്ട. അങ്ങനെ ഭഗവത്പരമായിട്ട് ജീവിച്ചു കഴിഞ്ഞ് കർമ്മത്തെ ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാലോ ഈ നമ്മൾ കുടുങ്ങുക. സാധാരണ സകാമ കർമ്മം ചെയ്ത് ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് കുടുങ്ങുക. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം വരണില്ല. അതുകൊണ്ട് ദേവേച്ഛ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ദേവേച്ഛ ചെയ്യുമ്പോഴോ അത് പ്രാരബ്ധമായിട്ട് നമ്മെ ബാധിക്കില്ല. ക്രമേണയായിട്ട് നമുക്ക് വൈരാഗിയാവാൻ സാധിക്കും. ജിഹ്വോപസ്ഥ ജയം കിട്ടിയത് കൊണ്ട് ശമതമാദികളെ കിട്ടും. അപ്പോൾ ഹൃദയഗ്രന്ഥി സംശയം അത് തീരും, ജ്ഞാനിയാവും. ഇങ്ങനെ അഹം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നതായിട്ടുള്ള അനുഭവിക്കുന്നതായിട്ടുള്ള നമ്മൾ കൃഷിസ്ഥലമായാലും പറമ്പായാലും വീടായാലും
ധനായാലും സമ്പാദ്യമായാലും ഒക്കെ ഈശ്വരൻ്റേതാണ്, എൻ്റേതല്ല എന്നറിയണം. അങ്ങനെ അഹം നശിപ്പിച്ച് ഇതെല്ലാം ഭഗവാനാ തന്നു, ഭഗവാന് വേണ്ടി തന്നെ ഇതാ കൊടുക്കണു എന്ന രീതിയിൽ മാനാവമാനങ്ങളെ സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഗൗനിക്കാതെ കണ്ട്, ദ്വന്ദ്വം മുഴുവൻ സഹിച്ചുകൊണ്ട്, ഈ ദേഹം ദുഃഖം മാത്രമേ തരൂ, ജീവനെ സുഖിപ്പിക്കണമെങ്കിൽ, സച്ചിദാനന്ദത്തെ അനുഭവിപ്പിക്കണമെങ്കിൽ ഈ ദേഹമോഹം തന്നെ വിടണം എന്ന് ഗുരുക്കന്മാരുടെ ഉപദേശത്തെ കേട്ടുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക. ബ്രഹ്മചര്യം പ്രധാനമായിട്ട് അഹിംസ ശീലമായിട്ട് കൊണ്ട് നടക്കാൻ. ചിന്ത കാട് കയറരുത്, മൗനശീലമാക്കണം. നല്ലോണം ശ്രദ്ധിച്ച് വിവേകത്തോടു കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സ് അടങ്ങിക്കൊണ്ട് ഭഗവാങ്കൽ നമ്മുടെ സർവ്വതും സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും ചെയ്യും. അപ്പോൾ അഷ്ടാംഗ യോഗത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഋഷഭദേവൻ്റെ അഭിപ്രായം. അഷ്ടാംഗയോഗം എന്നുള്ളത് ശമദമം യമനിയമാദികളെ ശീലിച്ച് ഭഗവാനെ സ്മരിക്കുക, ധ്യാനിക്കുക, പ്രാണനിരോധം ചെയ്യുക, ധ്യാനത്തോടു കൂടിയിട്ട് സമാധിയിലേക്ക് എത്തുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ കണ്ട് തന്നെ നമ്മൾ ഭഗവത് സ്മൃതി മാത്രം മതി, പ്രവർത്തികളൊക്കെ ചെയ്തോളൂ, യോഗിയേക്കാൾ കൂടുതൽ അനുഗ്രഹം ഭഗവാൻ തരും. ഭർത്താവും ഭാര്യയും കൂടിയിട്ട് ജീവിക്കേണ്ടത് ലക്ഷ്മി വിഷ്ണു, പാർവതി ശിവൻ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ലക്ഷ്മി എപ്രകാരത്തിലാണോ വിഷ്ണു ഭക്തി വളർത്തിയത്, അതേപോലെ നമുക്കും വിഷ്ണു ഭക്തി വളർത്താൻ സാധിക്കും. അങ്ങനെ ജ്ഞാനം വേണ്ട രീതിയിൽ നേടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാലത്തെ കുഴപ്പം അന്ധനെ നയിക്കുന്നത് പോലെ വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ട് ചാടിക്കും. അപ്പം അങ്ങനെ ചെയ്യരുത്. ശ്രേയസ് അറിഞ്ഞുകൊണ്ട് പ്രേയസ്സിനെ ഒഴിവാക്കുക തന്നെ വേണം. ഇന്ദ്രിയ പ്രീത്യർത്ഥമാവരുത്, ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാവണം. ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ശ്രേയസ് കർമ്മങ്ങളാണ്, നിവൃത്തിമാർഗമാണ്. അപ്പോൾ ജീവൻ്റെ ശുദ്ധിയാണ് ലക്ഷ്യമാക്കേണ്ടത്. യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാൽ അയച്ച ഭഗവാൻ ഇദ്ദേഹത്തിന് ഈ ഗുരു തന്നെ വേണമെന്ന് ഭഗവാൻ നമുക്ക് ഒരാളെ പറഞ്ഞയച്ചു തരും. അത് മനസ്സിലാക്കി തരും ചെയ്യും. മൃത്യുപാശത്തിൽ നിന്നും മുക്തനാക്കി തരുന്ന ആത്മാരാമനായിട്ടുള്ള ഒരു ആചാര്യനാവണം ഗുരു. അങ്ങനെ സംസാരത്തെ കടത്തി തന്നാൽ ആ ഗുരു ഈശ്വരൻ തന്നെയാണ്. അതല്ലെങ്കിൽ ഭർത്താവല്ല, ഗുരുവല്ല, രാജാവല്ല, സ്നേഹിതനല്ല, അച്ഛനല്ല, അമ്മയല്ല, എന്തിന് ദൈവം പോലും ദൈവമല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് എന്ന് അത് മനസ്സിലാക്കി തരണ ഗുരുവിനെ വേണം സ്വീകരിക്കാനായിട്ട്. കാരണം ശുദ്ധി തന്നെയാണ് പ്രധാനം. രണ്ടാമതാണ് ശുദ്ധി വരിക എങ്കിലും ഒന്നാം സ്ഥാനം ലക്ഷ്യം ശുദ്ധിയാവണം. അപ്പോഴേ മുക്തി കിട്ടുള്ളൂ. തപസ്, ശുദ്ധി, ദയ, സത്യം എന്നാണ്. അപ്പോൾ അതിൽ ഈ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അത് വലിയ വിഷമാണ് ഇനി കിട്ടാൻ. ഇങ്ങനെ ലക്ഷ്യത്തെ പറഞ്ഞ് 100 പേർക്കും ഒരേപോലെ നിങ്ങളെല്ലാവരും മാനസപുത്രന്മാരാണ് കേട്ടോ എന്ന് പുത്രന്മാരെ ബോധിപ്പിച്ചു. എന്നിട്ട് ഒരു ശ്രേഷ്ഠതാ ക്രമത്തെ പറഞ്ഞു. കല്ല്, മണ്ണ്, മരം, ഇഴജന്തുക്കൾ, മൃഗം, മനുഷ്യർ, ഭൂതങ്ങൾ, ഗന്ധർവന്മാർ, സിദ്ധർ, അസുരന്മാർ, ദേവന്മാർ, ദക്ഷന്മാർ, പ്രജാപതിമാർ, രുദ്രന്മാർ, ബ്രഹ്മാവ്, വിഷ്ണു, പിന്നെ ബ്രാഹ്മണൻ എന്നാണ്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ മീതയായിട്ടാണ് ബ്രാഹ്മണനെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ. അതേപോലെ ബ്രാഹ്മണരുടെ മേന്മയായിട്ട് പറയുന്നത്, വിശക്കുന്ന ഒരു ബ്രാഹ്മണൻ വന്നു വെച്ചാൽ ഈ വൈശ്യം ചെയ്യുന്ന സമയത്ത് ആ ഹവിസ് എടുത്തിട്ട് ഈ ബ്രാഹ്മണന് ഊണ് കഴിക്കാൻ കൊടുത്താൽ അതിനാണ് കൂടുതൽ ഭഗവാൻ തൃപ്തി എന്നെല്ലാം പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് 2 മുഖമുണ്ട്, ഒന്ന് അഗ്നി, ഒന്ന് ബ്രാഹ്മണൻ. രണ്ട് സ്വരൂപമാണ്. ഒന്ന് അഗ്നി വേദസ്വരൂപനായിട്ടും ബ്രാഹ്മണൻ ബ്രഹ്മതത്വമായിട്ടും. ഇത് രണ്ടും ധരിച്ചവർ ബ്രാഹ്മണർ. പാരബ്രാഹ്മണൻ, നമ്മളൊന്നും ബ്രാഹ്മണരല്ല.
നമുക്ക് അഗ്നിയെ ധരിക്കാനുള്ള കഴിവില്ല, വേദത്തെ മുഴുവൻ അറിയാനുള്ള കഴിവില്ല. ഇത് രണ്ടും വേണം. ബ്രഹ്മതത്വത്തെ അറിയണം ബ്രാഹ്മണനാവണമെങ്കിൽ. അങ്ങനെ അവർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ട്. നമുക്കിത് രണ്ടുമില്ല. നമുക്ക് കൊല്ലാനുള്ള കഴിവേ ഉള്ളൂ. നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരാളെ നിഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാങ്കലിലെത്തിക്കുകയാണ് ചെയ്യുക. നമ്മളൊരാളെ കൊന്നാൽ അയാളെ നമ്മിലെത്തിക്കാറില്ല, അയാളുടെ മുതൽ നമ്മിലെത്തിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർഗമോക്ഷങ്ങളെ പോലും വേണ്ടാത്ത ഭാവത്തിൽ വേണം നാം ജീവിക്കാനായിട്ട്. ഹനുമാനെ പോലെ ഒന്നും സ്വീകരിക്കണ്ട. എന്നാൽ ഭഗവാൻ തരുന്നതോ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യാം. ഈ സ്ഥാവര ജംഗമങ്ങളിലൊക്കെ ഭഗവാൻ ഉണ്ട്. എല്ലാവരെയും ഞാനായിട്ട് കണ്ടോളൂ. ഓരോരുത്തരുടെയും നാമത്തിൽ ഞാനുണ്ട് എന്ന നാമിയെ ഉണ്ട് എന്ന് കണക്കാക്കിക്കോളൂ. അങ്ങനെ നാമം ജപിച്ചോളൂ. എൻ്റെ ലീലകളെ ഭക്ത അനുഗ്രഹം അത് ലീലയാണ്, അതിനെ കീർത്തിച്ചോളൂ. സേവനം, അന്യോപകാരം, പരോപകാരം അത് ശീലമാക്കിയിട്ട് എല്ലാവരിലും എന്നെ കാണാനുള്ള കണ്ണ്, എൻ്റെ കഥകളെ കേൾക്കാനുള്ള കാത്, ഈ അർച്ചിച്ചാഴ്ച തുളസി മണക്കാനുള്ള മൂക്ക്, പാദധൂളി സ്വീകരിക്കാനുള്ള തൊലി, സ്തുതിക്കാനുള്ള നാവ്, പ്രദക്ഷിണം വയ്ക്കാനുള്ള കാല്, സേവനം ചെയ്യാനുള്ള പരിചര്യ ചെയ്യാനുള്ള കയ്യ്, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവതോന്മുഖമാക്കി തീർക്കൂ എന്ന് ഋഷഭദേവൻ ഉറപ്പിച്ചാണ്ട് പറഞ്ഞു. ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവധൂത ഭാവം. അങ്ങനെ ജീവൻ മുക്ത അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഉപദേശം നിർത്തി, യാഗങ്ങളൊക്കെ നിർത്തിയതിൻ്റെ ശേഷം, കുട്ടികളൊക്കെ രാജ്യമൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഭഗവാൻ വാനപ്രസ്ഥം സ്വീകരിച്ചു, സന്യാസം സ്വീകരിച്ചു. അതിനുശേഷം അവധൂത വേഷത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. മൗനിയായിട്ട്, അന്ധനായിട്ട്, ഭ്രാന്തനായിട്ട്, അജഗരാവൃത്തി ചെയ്തുകൊണ്ട് പാമ്പ് കിടക്കണ പോലെ കിടക്കുക, കിട്ടുമ്പോൾ തിന്നുക, നടക്കുമ്പോൾ ജനങ്ങളെ ദ്രോഹിച്ചാൽ പോലും അത് വിഷയമല്ല. സമചിത്തത, സമഭാവന, വസ്ത്രം കൂടി ഉപേക്ഷിച്ചു, കല്ല് കടിച്ചു പിടിച്ച് നഗ്നനായിക്കൊണ്ടിങ്ങനെ സഞ്ചരിച്ചു. പക്ഷേ ഭഗവാൻ എവിടെയാണോ കിടക്കണത്, എവിടെയാണോ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെച്ചാൽ അതിൻ്റെ ഒരു 10 യോജനയ്ക്ക് അകലെ ഇതെല്ലാം സുഗന്ധമായിട്ട് പരക്കണു. അപ്പോൾ ഭഗവാൻ തന്നെ ചോദിച്ചു, എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ശുദ്ധസത്വമാണ്, അതുകൊണ്ട് എന്നിൽ ഉള്ളത് മുഴുവൻ ശുദ്ധമാണ്, പുറത്തേക്ക് വരുന്നതും ശുദ്ധമായിട്ടേ വരൂ, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഭഗവാൻ ജീവിച്ച് കാണിച്ചു തന്നു നമുക്ക്. ഇങ്ങനെയാണ് വേണ്ടത്. ഋഷഭനെ പോലെ വേറെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 23 സിദ്ധികളും ഭഗവാനെ സേവിക്കാൻ വേണ്ടി പിന്നാലെ വന്നു, പക്ഷെ ഭഗവാൻ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് എന്ന് ഭഗവാൻ വിശദീകരിച്ചു. മനസ്സ് കള്ളനാണ്, അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കും, വിറ്റ് കാശാക്കും, ഇവിടെ കുടുങ്ങും, ആസക്തി വരും, കളവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ധനം കക്കലോ അന്യൻ്റെ ഭാര്യ കക്കലോ അല്ല. ഈ സിദ്ധികളിലൂടെ പലതും നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. വിവേകികൾ മനസ്സിനെ വിശ്വസിക്കില്ല. വിഷയമോഹം വന്നാലോ എന്ന് പേടിച്ച മനസ്സ് ചഞ്ചലല്ലേ. ശിവൻ മോഹിനിയെ കണ്ട് മോഹിച്ചില്ലേ, അതേപോലെ സംഭവിച്ചെന്ത് ചെയ്യും, നമുക്ക് രക്ഷിക്കാറില്ല. അപ്പം അതുകൊണ്ട് തപസ്സിൻ്റെ ഫലം നഷ്ടമാക്കാൻ ഈ സിദ്ധികളെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടമാവുമെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഉപേക്ഷിക്കണം. അങ്ങനെയാണ്. ഈ 18 ചീത്ത ഒന്നും നമ്മളെ ബാധിക്കരുത്. കാരണം മനസ്സ് ചിലപ്പോൾ കുലടാധർമ്മം ചെയ്യും. അപ്പം അതുകൊണ്ട് നല്ലോണം മനസ്സിരുത്തണം. മനസ്സിനെ വിശ്വസിക്കരുതെന്നാ. മനസ്സ് കള്ളനാ, ഇന്ദ്രിയങ്ങളൊക്കെ കള്ളന്മാരാ. ഷഡ് അരി എന്നാ പറയാം. അതേപോലെ സ്വന്തം പ്രഭാവത്തെ മറച്ചുകൊണ്ടാണ് ഭഗവാൻ ജഡാന്ധ ബധിര മൂകഭാവത്തിലിങ്ങനെ സഞ്ചരിച്ചത്. പരമാത്മാവിനെ മാത്രം സച്ചിദാനന്ദ സ്വരൂപനായിട്ട് അറിഞ്ഞുകൊണ്ട് ആ പ്രഭാവത്തെ മുഴുവൻ പുറമേക്ക് കാണിച്ചുകൊണ്ട് ഉപരതി എന്ന് പറയും. അങ്ങനെയാണ് സൂക്ഷ്മ ശരീരത്തിൽ ഭഗവാൻ ഇങ്ങനെ സഞ്ചരിച്ചേർന്നത്. അത് ദക്ഷിണ കർണാടകം, ഈ നമ്മുടെ ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തൊക്കെ അങ്ങനെ സഞ്ചരിച്ചു. എല്ലാ സുഖങ്ങളെയും ഭഗവാൻ എല്ലാവർക്കുമായിട്ട് കൊടുത്തു. അവസാനം ഒരു കാട്ടുതീ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാട്ടുതീയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. എന്തിനാ പ്രവേശിച്ചത്?
അവിടെയുള്ള എല്ലാവർക്കും മുക്തി കൊടുക്കാനായിട്ട് ഭഗവാന്റെ മുക്തി ആ സമയത്ത് നടക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് നടക്കും. ഭഗവാൻ കൂടെ കൊണ്ടുപോയി. ശ്രീരാമൻ മറ്റേ സരയൂലേക്ക് ഇറങ്ങിയിട്ട് അപ്പോഴുള്ള എല്ലാവരെയും കൊണ്ടുപോയ പോലെ ഭഗവാനും ഇങ്ങനെ എല്ലാവരെയും കൊണ്ടുപോയി. അപ്പോൾ കർമ്മം നമ്മളെ വിട്ടു പോകുന്നത് പോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലാണ്. കർമ്മം നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മം നമ്മളെ ഉപേക്ഷിക്കണം. അതിനെ ജ്ഞാനം ദൃഢമാക്കണം. എന്നാലേ അത് പറ്റുള്ളൂ. ഇങ്ങനെ ഋഷഭ മഹിമ എത്രയാ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ നിശ്ചല്യ. ഈ ഋഷഭൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ഭരതൻ തൻ്റെ മേന്മ കൊണ്ട് അജനാഭം എന്ന ഈ ഭൂമിയെ ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു. അത്രയും വലിയ മഹത്വമാണ് ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ചതായിട്ടുള്ള ഈ മകൻ്റെ പ്രത്യേകത. ഭാരതത്തിലെ ധാരാളം അവതാരം പ്രിയവ്രത വംശത്തിൽ ഋഷഭനെ പോലെ ഭഗവാൻ ചെയ്തു എന്നാണ്. അതേപോലെ ഋഷഭദേവൻ്റെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ അത് മറ്റൊരു ഭാഗവതമായിട്ട് മാറും. 5 ആശ്രമങ്ങളും വേണ്ട വിധം ജീവിച്ച് കാണിച്ചു തന്നു. സിദ്ധി നേടാൻ വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തണം എന്ന് ഭഗവാൻ കാണിച്ചു തന്നു, നടത്തുകയും ചെയ്തു. ഭഗവാന് വേണ്ടിയിട്ടല്ല കേട്ടോ, അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാറ്റിനും ആധാരമായിട്ടുള്ള ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് കാട്ടി തന്നിട്ടാണ് ഭഗവാൻ കാട്ടുതീയിൽപ്പെട്ട് മുക്തനായത്. പരീക്ഷത്തെ ഈ പാണ്ഡവർക്ക് യാദവർക്ക് കൃഷ്ണൻ ഗുരുവാണ്, പ്രിയനാണ്, എല്ലാമാണ്. ആ കൃഷ്ണൻ ദൂതനായിട്ട്, കൂട്ടുകാരനായിട്ട്, സാരഥിയായിട്ട്, ബന്ധുവായിട്ട്, ദാസനായിട്ട് ഈ ഭഗവാൻ മുക്തി എല്ലാവർക്കും കൊടുക്കുന്നതായിട്ടുള്ള മുക്തിതൻ, കാമതൻ. പക്ഷേ ഭഗവാൻ ഭക്തി കൊടുക്കില്ല കേട്ടോ. ഭക്തി അങ്ങനെ ഭഗവാൻ കൊടുക്കില്ല. ഭക്തിയോഗം എളുപ്പമാണെങ്കിലും ഭക്തി കിട്ടില്ല, കിട്ടാൻ പ്രയാസമാണ്. നമ്മുടെ ഭക്തിയല്ല, നമ്മുടെയൊക്കെ ഭക്തി നാടക ഭക്തിയാണ്. അതല്ല, ആത്മോപദേശം അത് നന്നായിട്ടൊരു ഗുരുവിൽ നിന്ന് കിട്ടി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് ഈ യഥാർത്ഥത്തിലുള്ള ഭക്തനായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഋഷഭൻ്റെ ചരിതത്തെ അവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞ് വെച്ചു, അവസാനിപ്പിച്ചു. ഇനി ഭരതൻ്റെ ചരിത്രത്തിലേക്കാണ് 7ാമത്തെ അധ്യായം മുതൽ പറയണത്. അത് കഴിഞ്ഞ് രഘുഗണ ഉപദേശം കൂടി അതിൽ തന്നെയാണ് വരിക. അത് നമുക്ക് അടുത്തേൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ 6 അധ്യായം വരെ പറഞ്ഞു. പഞ്ചമം നാരായണ നാരായണ നാരായണ.